സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപത്രം വൈകിപ്പിക്കാൻ ബോധപൂർവ്വ ശ്രമം ഉണ്ടായി. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോറ്റിയടക്കം പുറത്തുവരും. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി. SIT അതിൽ ഒരുപാട് പാളിച്ചകൾ വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെ പുറത്തിറങ്ങും. അതിന് അർത്ഥം SITയുടെ മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവെക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇടക്കാല ഇതുകൂടി കൊടുക്കാമായിരുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു, കുറ്റപത്രം കൊടുക്കാമായിരുന്നു. അതുപോലും കൊടുത്തിട്ടില്ല. ഇവർ പുറത്തു വന്നാൽ ഇവരിത് നശിപ്പിക്കൂലേ, തെളിവുകൾ നശിപ്പിക്കും പുറത്തു വന്നാൽ. അതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുക്കായിരുന്നു. ഇപ്പോൾ കോടതിക്ക് പോലും നിവർത്തിയില്ല. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷനല്ലേ. അഹമ്മദ് മുസ്തഫയുണ്ട് വിവരങ്ങൾ നൽകാൻ. മുസ്തഫ, ഈ സതീശൻ പറയുന്നത് പോലെ കൂടുതൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈ 90 ദിവസം പൂർത്തിയാകുന്നതോടുകൂടി മറ്റു പ്രതികളും പുറത്തിറങ്ങാനുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനെ തടുക്കാൻ SIT എന്തെങ്കിലും മാർഗം തേടുന്നുണ്ടോ? നൗഫൽ, SITയുടെ വീഴ്ചയാണ് ഇപ്പോൾ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ അത്തരം ഒരു ആരോപണം പ്രതിപക്ഷം വളരെ സജീവമായി ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് 90 ദിവസം കഴിഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ്. അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെയിലിനുള്ള ഒരു ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രതികൾക്ക് സെഷൻസ് കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ ജാമ്യം ലഭ്യമാവുന്നത്. അതിനു മുമ്പ് ഹൈക്കോടതിയിൽ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയിട്ടും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ടും ഇപ്പോൾ വാസുവിൻ്റെ ഉൾപ്പെടെയുള്ള ജാമ്യാപേക്ഷകൾ തള്ളിയത് സുപ്രീം കോടതിയാണ്. അത്തരത്തിൽ ഭരണഘടനാ കോടതികൾ ഒന്നും ജാമ്യം നൽകാത്തൊരു സാഹചര്യമുണ്ട്. അത് ഈ കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പക്ഷേ SITയുടെ ഒരു സമീപനം അങ്ങനെയല്ല. അത് SIT ഈ കുറ്റപത്രം നൽകുന്നതിൽ ഒരു ബോധപൂർവമായ വീഴ്ചയുണ്ട്. അത് ചില താല്പര്യങ്ങളുടെ പേരിലാണ്. അത് അങ്ങനെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ സമ്മർദ്ദം SITക്ക് മേലുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെയും അത്തരം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഇന്നലെയും അത്തരം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം കുറെ കൂടി ഗുരുതരവും ഗൗരവ സ്വഭാവത്തിൽ ഉള്ള ഒരു കുറ്റവുമാണ് എന്ന് കണ്ടുകൊണ്ടാണ് കോടതികൾ ഈ വിഷയത്തിൽ മറ്റു തരത്തിലുള്ള ജാമ്യം നൽകാത്തത്. എന്നിരിക്കെ SIT ഇതിനകത്ത് ഒരു കാലവിളംബം നടത്തുന്നുണ്ട്. അത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണെന്നുള്ളൊരു വിമർശനം കൂടിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സ്വാഭാവിക ജാമ്യം ലഭ്യമാകുന്നതിന് വേണ്ടി 90 ദിവസത്തിൽ കുറ്റപത്രം നൽകാതിരിക്കുന്ന ബോധപൂർവമായ ചില വീഴ്ചകൾ, അത് ചില സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം കുറെ കൂടെ കടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടായിരുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങും. അത്തരമൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി സതീശൻ പറഞ്ഞു വെക്കുന്നു.